ഇതെന്തു പറ്റിയ പാട്ടൊക്കെ അവളെ വെച്ചോണ്ടിരിക്കല്ലേ? നാളത്തേക്ക് അസൈൻമെന്റ് വെക്കാൻ വല്ല പ്ലാനുണ്ടോ? ഓർമ്മയുണ്ട്, ഞാൻ ചെയ്യും. കൊറേ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതും പിടിച്ച് കടന്നുറങ്ങാൻ വേണ്ടിയല്ലേ? അല്ല, ഞാനിന്ന് ചെയ്തിട്ടേ കിടക്കത്തുള്ളൂ. അതെ അതെ, കാണാം. തേടും ഞാൻ നിൻ സമ്മതം, എന്റെ ജീവനെ നിന്നോർമ്മയിൽ. അനന്യ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. യു മേ ഗോ, ബൈ. അത് പിന്നെ പേടിപ്പിക്കാതെ കാര്യം പറ. അത് നമ്മൾ ഫ്രണ്ട്സായിട്ട് കുറച്ച് കാലമായല്ലോ. സോ എനിക്ക് തന്നോടൊന്ന് ഫീലിങ്സ് വരുന്ന പോലെ, ലൈക്ക് നോട്ട് ജസ്റ്റ് ലൈക്ക് എ ഫ്രണ്ട്. റോഷ, എനിക്കിത് പണ്ടേ ഡൗട്ട് തോന്നിയതായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ റിലേഷൻഷിപ്പോട് താല്പര്യമില്ല. ഓക്കെ, എനിക്ക് ജസ്റ്റ് ഉള്ളിൽ തോന്നി, പറയണ തോന്നി, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. പറയേണ്ടത് മോശമല്ലേ? ശരി. ഇനിയിപ്പോൾ ഞാൻ ഇത് പറഞ്ഞെന്ന് വെച്ച് നമ്മൾ തമ്മിലെ ഫ്രണ്ട്ഷിപ്പിനെ കളയാൻ പാടില്ല. ഓക്കെ, ബൈ. ഞാൻ ഓൾറെഡി നിന്നോട് ഇക്കാര്യം പറഞ്ഞതാ. ഇത് തന്നെ ചെയ്തോണ്ടിരിക്കലല്ല എൻ്റെ പണി, മനസ്സിലായോ? എന്താ കേക്കണേ? എന്താ എന്താ കേക്കണേന്ന്? ഒന്നുമില്ല. ഇത് നീ പാടിയതാണോ? മിണ്ടാതിരി, കേക്കട്ടെ. കൊള്ളാലോ റോഷ. ആക്ച്വലി ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും ചെയ്യാനുണ്ട് അത്ര. അപ്പോൾ ഇനി നീ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരിട്ട് കേൾപ്പിച്ച് തരണം. ശരി. നീ ഇതുവരെ പോയില്ലേ? ഇല്ലടാ, ഫ്രീ ആയിരുന്നു, അപ്പോൾ പിന്നെ കാത്തുക്കാന്ന് വെച്ചു. പോവാം. ഓക്കെ. കണ്ണിൽ നിറയും നിൻ ചിരിയോരം, നെഞ്ചിൽ പതിയും നിൻ മൗനമോരം, നീ വരുമ്പോൾ കാറ്റും മെതിക്കും, ഒരു വാക്കിനായി ഞാൻ കാത്തിരിപ്പു. കനവിലെ ഒരു ഓരം തേടും ഞാൻ നിൻ സമ്മതം, എന്റെ ഹൃദയം നിൻ പിന്നാലെ പാടും ഒരു മൗനഗീതം. ആകാശത്തേക്ക് നോക്കൂ, ഒരു പറവ. ഡാ, ഡാ, ഇത് നോക്ക്. എന്താ ഇത് നിനക്കുള്ളതാ. ഇതൊക്കെ പാട്ട് സീരിയസ് ആയി നോക്കുന്ന പോലെ കല്ലടാ. എനിക്ക് ശരിയാവില്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. എല്ലാരും ഇതേപോലെടാ സ്റ്റേജിൽ പാടി പാടി റെഡി ആവുന്നേ. തോന്നില്ലടാ. ഇങ്ങോട്ട് വന്നേ നീ.
ഹലോ. ഹലോ റോഷ, നീ ഒന്ന് ഇവിടെ വരെ വരാവോ? എന്തുപറ്റി? അവൻ പോയടാ. അവൻ ഇപ്രാവശ്യം ശരിക്കും പോയടാ. എനിക്കൊറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാവുന്ന റോഷ. നീ ഒന്ന് ഇവിടെ വരെ വരാവോ? എന്താടാ? എടാ നീ കൊറേ നേരമല്ലോ. നിന്റെ സ്ലോട്ട് അരമണിക്കൂറിലാണ് കേട്ടോ. ഇനി 2 ആളും കൂടെ ഉള്ളൂ. കൊളാക്കല്ലേ നീ. ഞാൻ വരാം. ഹലോ ഹലോ റോഷ, നീ കോളിലുണ്ടോ? ഹലോ. റോഷ, ഒന്ന് നീ ഇങ്ങോട്ടേക്ക് വാ പ്ലീസ്. നീ എവിടെയാ? ഞാൻ ഇവിടെ ടെറസിലുണ്ട്. ശരി. ಮನದಾಳದ ಉಲ್ಲಾಸನೇ ಕುಂತಲ್ಲು ನೀನೆ ನಿಂತಲ್ಲು ನೀನೆ ಎಲ್ಲೆಲ್ಲು ನೀನೆ ಸಖಿ. Let's give a huge round of applause for Atma. Next up, Roshan. Is Roshan here? Okay, we'll move on. Next performer, Neeraj. താങ്ക് യു റോഷ. ഞാൻ നിന്നരികെ വന്നു നിൽക്കവേ എന്റെ പ്രണയം നിൻ കാതിൽ ചൊല്ലാൻ, എന്നാൽ നിന്റെ ഹൃദയം വേറെ ആത്മാവിൻ സ്വന്തമെന്നു നീ ചൊല്ലവേ. കനവിലെ ഒരു ഓരം തേടും ഞാൻ നിൻ സമ്മതം. ഒരു നാൾ നീ എൻ്റെ അരികെ വന്നു നിൽക്കവേ, കാത്തിനെ പോലെ നീ മിണ്ടവേ, നീ പുഞ്ചിരി നൽകവേ, നിൻ കണ്ണിൻ രാഗം കൊണ്ട് ഞാൻ ഓർക്കവേ നിൻ സമ്മതം. എന്നാൽ ഈ കനവ് കള്ളം എന്നു നീ ചൊല്ലവേ, ഞാൻ പിടഞ്ഞേ മുഴുവനായി. നീ കാരണമേ കണ്ണേ, കനവിലെ ഒരു ഓരം തേടും ഞാൻ നിൻ സമ്മതം. എന്റെ ജീവനെ നിന്നോർമ്മയിൽ, എന്നാലും നീ എൻ്റെ കണ്ണേ. ഹലോ. എടാ നീ എവിടെയാ? ഞാനിവിടെ അനന്യനെ കാത്തിക്ക, കഫേലാ. എടാ നീ ഒന്ന് മാളിലേക്ക് വരാവോ? ഇപ്പം എങ്ങനെയാടാ ഞാൻ വരാം? ഞാൻ അവളെ കാത്തിക്കല്ലേ. എടാ അവളെ കാര്യം പറയാൻ വേണ്ടി തന്നെയാ. നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ. എന്താ? എടാ അവളെ ഇവിടെ ഉണ്ടോടാ. നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ. ഞാൻ വരാം.
तुझे देख भी ना सकूं, अधूरा जो तेरा हो ना सकूं। बाहर है बारिश, अंदर है खामोशी, भीगता हूँ यादों में पर तू नहीं पास कहीं। दरवाजा खुला है पर तू नहीं आता, छाता भी भीग गया, तन्हाई नहीं जाती। करूं मैं क्या करूं, तुझे सोचता ही रहूं। टूटा सा जो हूँ, खुद से ही दूर रहूं। आंखें झुका के चलूं अब तेरी ही राहों में, घर था जो सपना खो गया चाहों में। दिल में थी तू ही बस, अब खाली सा लगता, यार से भी ज्यादा तू अब यादों में बसता। करूं मैं क्या करूं, तुझे भूल भी ना सकूं। बिखरा सा जो हूँ, फिर से जुड़ ना सकूं। സോറി, എന്തെങ്കിലും പറ്റിയായിരുന്നോ? ഏ എന്തെങ്കിലും പറ്റിയായിരുന്നോ? ഇല്ല. ഓക്കെ അല്ലേ? ആ സോറി, ഞാൻ കുറച്ച് തിരക്കില്ല, ഞാൻ പോയിക്കോട്ടെ. ഓക്കെ ഓക്കെ. എക്സ്ക്യൂസ് മീ, ഇവിടെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ല. എന്നാ ഞാൻ ഇരുന്നോട്ടെ. റോഷൻ എന്നല്ലേ പേര്? ആ അതെ, ഈ വയലൊക്കെ വായിക്കുന്ന കുട്ടിയല്ലേ? ഞാൻ തന്നെ. ബൈ ദ വൈ, എൻ്റെ പേര് റോഷ്നി. ആ ഓക്കെ. എപ്പോഴും ഇയർഫോണിലാണല്ലോ. മ്യൂസിക് അഡിക്റ്റാ? അങ്ങനെയൊന്നുമില്ല, അത്യാവശ്യം കേൾക്കും. ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ് കേൾക്കാറ്? ക്ലാസിക്കൽസ് ആണ് മോസ്റ്റ്ലി പ്രിഫർ ചെയ്യാറ്.
റോഷ റോഷ ഹായ്, എന്തൊക്കെയാണ് പരിപാടി? ആകെ ഓഫീസിൽ വന്നിട്ട് സന്തോഷമുള്ളൊരു കാര്യം ഇതേ ഉള്ളൂ. അതെയോ, ഞാൻ വിചാരിച്ചു സാലറി കിട്ടുന്നതാണ്. ആ അതും ഉണ്ട്. പാട്ട് കേൾക്കാറേ ഉള്ളോ അതോ പാടാറുണ്ടോ? കോളേജ് കാലത്ത് അത്യാവശ്യം പാട്ടൊക്കെ എഴുതുമായിരുന്നു. ഓ, കൊച്ചു കലാകാരനാണല്ലേ. അങ്ങനെയൊന്നുമില്ല. എന്നിട്ടെന്താ ഇപ്പം എഴുതാറില്ല? ഇല്ലടാ, അതങ്ങനെയൊന്നും സെറ്റായില്ല, അങ്ങനെ റെഡി ആയില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് വേണ്ടി 2 വരി പാടിക്കേൽപ്പിക്കണം. നോക്കാം. ഓക്കെ. താൻ ഇതുവരെ പോയില്ലേ? ഇല്ലടാ, കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. എന്താ? അതൊന്നുമില്ല. ഇത് കണ്ടിട്ട് വർക്കായി തോന്നുന്നില്ലല്ലോ. അല്ല, അത് ചുമ്മാ ഇരുന്നപ്പോൾ കുറച്ച് വരികൾ കുത്തിവരച്ചിട്ടതാ. ഇതാണോ ചുമ്മാതെ എഴുതിയത്? ചിലരുടെ കാര്യത്തിൽ എഴുതിയാൽ പോലും ഇത്ര ഭംഗിയിൽ വരില്ല. ഇത് മുഴുവൻ ഓരോരുത്തർ പോയതും കരഞ്ഞതും വിഷമൊക്കെയാണല്ലോ. തന്നെ പറ്റിയൊന്നുമില്ലല്ലോ ഇതിൽ. അത് സ്വന്തം സ്റ്റോറിയിൽ സൈഡ് ക്യാരക്ടർ ആവാതെ മെയിൻ ക്യാരക്ടർ ആവാൻ നോക്ക്. ഓക്കെ? സ്വന്തം സ്റ്റോറിയിൽ സൈഡ് ക്യാരക്ടർ ആവാതെ മെയിൻ ക്യാരക്ടർ ആവാൻ നോക്ക്. ഹലോ. ഹലോ, ജീവനോടൊക്കെ ഉണ്ടോ? എവിടെയായിരുന്നു 2-3 ദിവസം? ഞാൻ ലീവിലായിരുന്നടാ. എന്തു പറ്റി? എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏത്? ആ കോളേജിൽ പഠിച്ച കുട്ടിയോ? അത് തന്നെ. അവൾ നാട്ടിൽ വന്നിട്ടുണ്ട്. സോ അവളെ റിലേഷൻഷിപ്പ് വീണ്ടും പൊട്ടിയെന്നാ പറഞ്ഞത്. ഫുൾ മനസ്സ് ഫുൾ ഡൗൺ ആയിരിക്കുക. സോ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. മെസ്സേജ് ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു?
അറിയില്ലടാ, എൻ്റെ മൊത്തം മൈൻഡ് കയ്യിൽ നിന്ന് പോയേക്ക. എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഒന്ന് കാണാൻ വേണേ ഒന്നും ഒരു പിടിയുമില്ല. നിനക്കെന്തെങ്കിലും സംസാരിക്കാൻ ഉണ്ടെങ്കിൽ പോയി സംസാരിക്കേ, പക്ഷേ ഇതും പറഞ്ഞുകൊണ്ട് ഓപ്പർച്യൂണിറ്റി കളയാൻ പാടില്ല. ഓക്കെ, എന്നാ ശരി, ബൈ. ഓക്കെ. എങ്ങോട്ടേക്കാ? ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാന്ന് വെച്ചു. നെർവസ് ആണോ? കുറച്ച് നെർവസ് ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ട് വരാം. ഹലോ റോഷ, നീ വല്ലാണ്ട് മാറിയല്ലോ, മെച്ചുവേർഡ് ആയ പോലെ. നീയും നീ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. ഐ ആം പ്രൗഡ് ഓഫ് യു. പണ്ട് എല്ലാത്തിനും നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ നിന്നെ ചൂസ് ചെയ്തില്ല. നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ സമയത്ത് ഞാൻ സെൽഫിഷായിരുന്നു. ഇനി അതേ മിസ്റ്റേക്ക് ചെയ്യാൻ എനിക്ക് വയ്യ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിനക്കിപ്പോഴും അതേപോലെ തന്നെയല്ലേ? അനന്യ, അന്ന് രാത്രി എനിക്ക് വേണ്ടി ഒരു മൈക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിനക്ക് വേണ്ടി ഞാനത് വേണ്ട വെച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് വേണ്ടി ഒരു മൈക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതും ഞാൻ നിനക്ക് വേണ്ടി വേണ്ടാന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ ചൂസ് ചെയ്യാത്ത പോലെ ആയിപ്പോവും. അപ്പോൾ ഇതൊരു നോ ആണോ? അവസാനം നീ നിന്നെ തന്നെ ചൂസ് ചെയ്തല്ലേ? ഗുഡ് ഫോർ യു. നിന്നാത്മാവിൻ രാഗത്തിൽ നിൻ കാൽപാദത്തിൽ ചേർന്ന ഞാൻ എൻ ഈണത്തിൻ ഗന്ധം പോലെ നിൻ ശ്വാസത്തിൽ നിറഞ്ഞുവേ. ഓരോ സ്വരം ഓരോ ഈണം നിൻ ചിരിയിൽ ഞാൻ തുലയുവേ. എന്നുള്ളിലെ കാവ്യം വാക്കുകളായി നിന്നിലേ. എൻ തൂലികയുടെ മഷിയായി നിന്നിലേ ഞാൻ ഒഴുകുവേ. ഈണത്തിൽ
ജീവിതം ഒരു പാട്ടായി നിന്നോടൊപ്പം പാടുവേ. ഈണത്തിൻ കടലിൻ തീരത്ത് നാം കൈകോർത്തു ചിരിച്ചു നിൽക്കുവേ. ജീവിതം ഒരു പാട്ടായി നിന്നോടൊപ്പം പാടുവേ. ആ നേരം കാട്ടിൽ ഞാൻ കേൾക്കുവേ നമ്മുടെ രാഗത്തിൻ്റെ ആരോഹണം. നീ നേത്രത്തിനിടയിൽ ഞാൻ കാണുവേ സന്തോഷം.